ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷാജി നായർകുഴി. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് ഞാനല്ല, അത് മറ്റൊരാളാണ്. അപ്പോൾ നമുക്ക് അതാരാന്ന് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാ സുഹൃത്തുക്കൾക്കും ഏവിയർ കോയിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തക്കാളി ചട്നിയാണ്. ഇഡലിയുടെയും വടയുടെയും ദോശയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഉഗ്രൻ തക്കാളി ചട്നിയാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. തക്കാളി ചട്നിക്ക് വേണ്ടി ഞാൻ ഒരു ഉള്ളിയും 2 തക്കാളിയും ഒരു 4 വറ്റൽമുളകും 2 കറിവേപ്പില തണ്ടും ഒരു 2 അല്ലി വെളുത്തുള്ളിയുമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ചൂടായ പാനിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ റൈസ് ബ്രാൻ ഓയിലാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ഉപയോഗിച്ചാൽ മതിയാകും. വെളിച്ചെണ്ണയേക്കാൾ ഗുണം ചെയ്യുന്ന എണ്ണയാണ് റൈസ് ബ്രാൻ ഓയിൽ. അതിലേക്ക് നമ്മൾ ആദ്യം സവാള ആഡ് ചെയ്ത് കൊടുക്കാം. സവാള നന്നായി ഒന്ന് വഴറ്റി കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ കുറച്ച് ഉപ്പ് മാത്രമേ ഞാനിവിടെ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഉപ്പിട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. സാധാരണ ഉള്ളി വഴറ്റുന്ന പോലെ നന്നായി ബ്രൗൺ കളറാക്കിയൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുകയാണ്. ഇളക്കി കൊടുത്തതിന് ശേഷം കൂടെ നമുക്ക് 2 അല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളതൊന്ന് നന്നായി ഇളക്കിയെടുക്കുക. വറ്റൽമുളകൊന്ന് മൂത്ത് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്തിട്ട് നമുക്ക് ഒരു 2 മിനിറ്റ് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കുക. തക്കാളി ഒന്ന് ഉടഞ്ഞു വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് നന്നായി ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഇത് തണുക്കാനായി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്. ഇപ്പം നമ്മുടെ തക്കാളി ചട്നിയുടെ കൂട്ട് നന്നായി ഒന്ന് തണുത്തിട്ടുണ്ട്. നമുക്കിനി നന്നായി ഒന്നത് അരച്ചെടുക്കാം. തക്കാളി ചട്നിയുടെ കൂട്ട് നമ്മൾ നന്നായി അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ ചൂടാക്കാൻ വയ്ക്കാം. ചൂടായ പാനിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി ഒന്ന് പൊട്ടിയിട്ട് അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്തതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മാത്രം തക്കാളി ചട്നിയുടെ കൂട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ നമ്മുടെ മുഖത്തേക്ക് തെറിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. കൂട്ടൊഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായി അതൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും, കാരണം പെട്ടെന്ന് വറ്റിപ്പോക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വളരെ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യുക. പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക, കാരണം നമ്മൾ നേരത്തെ ഉള്ളിയിൽ വളരെ കുറച്ച് ഉപ്പ് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഉപ്പ് ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റെങ്കിലും നമ്മൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കേണ്ടതാണ്. നന്നായി ഒന്ന് കുറുകി വറ്റി വരുന്നത് കാണാം. അതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ വളരെ വ്യത്യസ്തമായ രുചി നമുക്ക് കിട്ടും. നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. ഇപ്പം നമുക്ക് രുചികരമായ തക്കാളി ചട്നി ഇവിടെ തയ്യാറായിരിക്കുകയാണ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ആ ബെൽ ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്ത് കൊടുക്കുകയും കൂടി വേണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ അത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം. ബൈ.